قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ എല്ലാം സൃഷ്ടാവും നിയന്താവും സംരക്ഷകനും സർവലോക പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ടി അറിയിച്ചു തന്ന കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, തഖ്വല്ലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾ തഖ്വ പുലർത്തുക. ഹഖ്ഖ തുഖാതിഹി, എങ്ങനെയാണോ തഖ്വ കാണിക്കേണ്ടത് അപ്രകാരം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ അല്ലാഹുവിന് മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെടരുത്. കഴിഞ്ഞ 1-2 ഖുതുബകളിൽ ഹിജ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ടുന്ന ചില പാഠങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അല്ലാഹു തആല നമുക്ക് ഉപകാരപ്രദമായ വിജ്ഞാനത്തെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. വളരെ ത്യാഗപൂർണമായിട്ടുള്ള, ആസൂത്രിതവും വ്യവസ്ഥാപിതവുമായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യാത്ര ആദ്യം എത്തിയത് ഖുബയിലാണ്. ഖുബ എന്ന് പറയുന്നത് ഒരു താഴ്വരയാണ്. മദീനയോട് ചേർന്ന് നിൽക്കുന്ന, മദീനയുടെ കവാടം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ള സ്ഥലം. ആ ഖുബ എന്ന് പറയുന്ന പ്രദേശത്ത് മദീന നിവാസികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവ് കാത്ത് ഇങ്ങനെ പ്രതീക്ഷയോട് കൂടിയിട്ട് നിൽക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു ആളനക്കം കാണുമ്പോൾ അവരിങ്ങനെ നോക്കും, നമ്മുടെ നബിയാണോ വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വളരെ പ്രതീക്ഷാപൂർവം അവരിങ്ങനെ അവിടെ കാത്തിരിക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കെ തന്നെ മദീനയിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുകയുണ്ടായി. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അവിടെ ചെന്ന് ധാരാളം പ്രവർത്തനങ്ങൾ നിർവഹിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാനും സ്വീകരിക്കാനും ഒക്കെ മദീന നിവാസികൾ തയ്യാറായത്. അങ്ങനെ അവരവിടെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുമ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിലേക്ക് എത്തുന്നത്. അവിടെ ഉണ്ടായിരുന്ന ചെറിയ പെൺകുട്ടികൾ പാട്ടുപാടിക്കൊണ്ടാണ് സ്വീകരിച്ചത്. ആ പാട്ട് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ്. ത്വലഅൽ ബദ്റു അലൈന, ദഫ് മുട്ടി പാട്ടുപാടി അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? അതേ റസൂലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നു എന്ന്. അങ്ങനെ അവരുടെ സന്തോഷവും ആഹ്ലാദവും സ്നേഹവും ഒക്കെ ഏറ്റുവാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിൽ തങ്ങുകയാണ്.
റസൂലുള്ളാഹിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. നേരത്തെ തന്നെ മക്കയിൽ നിന്ന് വന്നിരുന്ന മറ്റു സഹാബികൾ അപ്പോൾ അവിടെ ഉണ്ട്. പിന്നീട് അവിടേക്ക് അലി റളിയല്ലാഹു അൻഹു എത്തിച്ചേരുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ യാത്ര പൂർത്തിയായിട്ടില്ല, മദീനയിൽ എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല. പക്ഷെ മദീനയുടെ ഒരു കവാടത്തിൽ അവിടെ അല്പം തങ്ങാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചത്. അങ്ങനെ ആദ്യമായി അവിടെ ഒരു പള്ളി പണിയുകയാണ്. മസ്ജിദ് ഖുബ എന്ന് അറിയപ്പെടുന്ന പള്ളിയാണ്. വേറെയും പേരൊക്കെ ഉണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടി പങ്കാളിത്തത്തോടെ ശ്രമദാനത്തോടു കൂടിയാണ് ആ പള്ളി അവിടെ നിർമ്മിക്കപ്പെടുന്നത്. ആ പള്ളിയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ പറയുന്നുണ്ട്, ലാ തഖും ഫീഹി അബദൻ. അതിനു മുമ്പ് മസ്ജിദ് ദറാറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ലാ തഖും ഫീഹി അബദൻ, നീ അവിടെ ഒരിക്കലും തന്നെ നിന്ന് നിസ്കരിക്കരുത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. തുടക്കം മുതൽക്ക് തന്നെ തഖ്വയാൽ പടുത്തുയർത്തപ്പെട്ട പള്ളിയാണ് നിനക്ക് നമസ്കരിക്കുവാൻ ഏറ്റവും അർഹമായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇവിടെ ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ അടിത്തറയിൽ കെട്ടിപ്പണിത പള്ളി എന്ന് പറയുന്നത് ഈ ഖുബാ മസ്ജിദിനെ കുറിച്ചാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ആ ഖുബാ മസ്ജിദിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ഭാഗമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരു പുതിയ മാതൃകാ സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. ആ ഒരു കുറഞ്ഞ ദിവസത്തെ പ്രവർത്തനത്തിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ബഷീറും നദീറുമാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിറാജാണ്, ഖുർആൻ പ്രയോഗിച്ചതാണ്. സിറാജം മുനീറ, കത്തിച്ചു വെച്ച ഒരു വിളക്കാണ്. അതിൽ നിന്ന് ഇങ്ങനെ പ്രകാശം കിട്ടിക്കൊണ്ടിരിക്കും, വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കും. ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ഒരുപാട് വെളിച്ചം അവിടുന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ മസ്ജിദിനുള്ള സ്ഥാനം എന്താണ് എന്ന്. അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഐക്യം എത്രത്തോളം പ്രധാനമാണ് എന്ന്, എല്ലാ ജനവിഭാഗങ്ങളുമായുള്ള സഹവർത്തിത്വം എത്ര പ്രധാനമാണ് എന്ന്, അഭയാർത്ഥി പ്രശ്നങ്ങളോടുള്ള പരിഹാരം എങ്ങനെ എന്ന്, ഭരണരീതി അതിന്റെ നീതി എന്തായിരിക്കണം എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ ചരിത്രം മാത്രം ഒരു ചെറിയ ഒരു കേസ് സ്റ്റഡിയായി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ മസ്ജിദിന് വലിയ സ്ഥാനമാണ്. സുജൂദ് ചെയ്യുന്ന ഇടം എന്നാണ് മസ്ജിദ്. നമ്മളതിന് മലയാളത്തിലാണ് പള്ളി എന്ന് പറയാറുള്ളത്. പള്ളി ഒരു ബഹുമാനാദരവോടെ പറയുന്ന ഒരു വാക്കാണ്. അത് മുസ്ലിം പള്ളി, മസ്ജിദ് മുസ്ലിം പള്ളിയാണെങ്കിൽ ചർച്ച് ക്രൈസ്തവ പള്ളിയായിട്ട് അറിയപ്പെടും. മലയാളത്തിലെ ഒരു പദമാണ്. അപ്പൊ മസ്ജിദ് എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിൽ അതിന് വലിയ സ്ഥാനമുണ്ട്. പ്രത്യേകിച്ചും ആദ്യമായി പണിത ഖുബാ മസ്ജിദ്, പിന്നീട് മദീനയിൽ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ അവിടെ പണിത മസ്ജിദ് നബവി. ആ പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാണ്. ആ പട്ടണവും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അറിയപ്പെടുകയാണ്, മദീനത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ രണ്ട് പള്ളികളും അല്ലെങ്കിൽ രണ്ട് മസ്ജിദുകളും സമൂഹത്തിന്റെ ഹൃദയമായിട്ടാണ് പ്രവർത്തിച്ചത്.
നമ്മുടെ ശരീരത്തിൽ ഒരു ഹൃദയമുണ്ട്. നമ്മുടെ ശരീരത്തിലെ രക്തത്തെ മുഴുവനും അത് വലിച്ചെടുക്കും. അതിലൊരുപാട് മാലിന്യങ്ങൾ കലർന്നിട്ടുണ്ടാകും. അതൊക്കെ ശുദ്ധീകരിച്ച് സംസ്കരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നല്ല രക്തത്തെ വിതരണം ചെയ്യുക എന്നതാണ് ശരീരത്തിലെ ഹൃദയം ചെയ്യുന്ന പണി. ഇതുപോലെ സമൂഹ ശരീരത്തിലെ ഹൃദയമാണ് യഥാർത്ഥത്തിൽ മസ്ജിദ് എന്ന് പറയുന്നത്. നാനാവിധം ആളുകൾ ഉണ്ടാകും, നാനാതരം ശീലങ്ങളും സംസ്കാരങ്ങളും ഉണ്ടാകും, സ്വഭാവങ്ങളും സ്വഭാവ വൈകൃതങ്ങളും ഉണ്ടാകും. എല്ലാവർക്കും മുമ്പിൽ പള്ളി, മസ്ജിദ് അതിന്റെ വാതിലുകൾ തുറന്നിടുന്നു. അവിടേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ എന്നാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഏറ്റവും പ്രധാനം അള്ളാഹുവിന്റെ ഹിദായത്ത് തന്നെയാണല്ലോ. അള്ളാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ, അതിന്റെ വാതിലുകൾ, മസ്ജിദിന്റെ വാതിൽ കാരുണ്യത്തിന്റെ വാതിലാണ്. ആ കാരുണ്യത്തിന്റെ വാതിൽ നീ തുറന്നു തരണമേ എന്നാണ് മസ്ജിദിലേക്ക് വലതുകാല് വെച്ച് പ്രവേശിക്കുന്ന, വുദൂ ചെയ്ത് പ്രവേശിക്കുന്ന ഓരോ വിശ്വാസിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഭൂമിയിലെ ഒരു തുണ്ട് ഭൂമി അതൊരു മസ്ജിദായി മാറുന്നതോടുകൂടി പിന്നെ ശ്രേഷ്ഠകരമായ ഒരു ഇടമായി തീരുകയാണ്. അതുകൊണ്ടാണ് ആരാണോ ഭൂമിയിൽ ഒരു പള്ളി നിർമ്മിക്കുന്നത് അവർക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മാലിന്യം, ഒരു കരട്, എന്തെങ്കിലും ഒന്ന് എടുത്ത് പുറത്തിടുന്നത് പോലും വലിയ മഹത്തരമായ കാര്യമാണ് എന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പള്ളിയിലേക്ക് താമസ സ്ഥലത്ത് നിന്ന്, വീട്ടിൽ നിന്ന് വുദൂ ചെയ്തുകൊണ്ട് ആരെങ്കിലും മസ്ജിദിലേക്ക് വരികയാണെങ്കിൽ അവർ വരുമ്പോൾ അവരുടെ ഓരോ കാലടിയും അവരുടെ പാപം പൊറുക്കും, അവരുടെ അടുത്ത കാലടി അവരുടെ പദവി ഉയർത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് വെറും ഒരു കെട്ടിടമല്ല, ഇത് വെറും ഒരു കൂടാരമല്ല, ഇതൊരു വിശ്രമ സ്ഥലമല്ല. നമുക്ക് പള്ളിയിൽ നിന്ന്, മസ്ജിദിൽ നിന്ന് വിശ്രമം ലഭിക്കും, നമുക്ക് ഫ്രഷ് ആവാൻ കഴിയും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്, ഒരുപാട് സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അയാൾ എവിടെ സഞ്ചരിക്കുകയാണെങ്കിലും, ഏത് പട്ടണത്തിലൂടെ പോവുകയാണെങ്കിലും മസ്ജിദിന്റെ മിനാരങ്ങൾ അയാൾക്ക് വലിയ ആശ്വാസമാണ്. കാരണം എന്താണ്? അവർക്ക് അവിടേക്ക് സുരക്ഷിതമായി നിർഭയത്വത്തോടെ കടന്നു ചെല്ലാം, അവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാം, കൈയും മുഖവും കഴുകാം, വുളൂ ചെയ്യാം, നമസ്കരിക്കാം, അവിടെ വിശ്രമിക്കാം. എത്ര സേവനമാണ് ഒരു മസ്ജിദ് ഒരു വിശ്വാസിക്ക് നൽകുന്നത്. അതുകൊണ്ട് എവിടെ ചെന്നാലും നമുക്ക് വൃത്തിയോടെ ഇരിക്കാൻ കഴിയും ആ നാട്ടിലൊരു മസ്ജിദ് ഉണ്ടെങ്കിൽ. അങ്ങനെ ആ മസ്ജിദിലേക്ക് കയറി വരുന്ന ഓരോരുത്തരും സുഗന്ധം ഉപയോഗിക്കണം എന്ന് പറയുന്നു. പള്ളിൻ്റെ അകത്ത് ദുർഗന്ധം ഉണ്ടാവാൻ പാടില്ല, സുഗന്ധം ഉണ്ടാകണം. ഇനി വല്ല ദുർഗന്ധമുള്ള വസ്തുവും കഴിച്ചിട്ടാണെങ്കിൽ വാ കഴുകിക്കൊണ്ടല്ലാതെ വരരുത്, മിസ്വാക്ക് ചെയ്യാതെ വരരുത്. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. വന്ന ഉടനെ പടച്ച തമ്പുരാന് നമ്മളൊരു തിരുമുൽ കാഴ്ച സമർപ്പിക്കണം. മസ്ജിദിലേക്ക് നമ്മൾ വിരുന്നു പോകുമ്പോൾ കയ്യിൽ കെട്ടുമായിട്ട് പോവില്ലേ? ആ കെട്ടുമായിട്ട് പലഹാരപ്പൊതിയുമായിട്ട് ചെന്ന് ആ പലഹാരപ്പൊതി അവിടെ വെക്കുന്നത് പോലെ പണ്ട് കുടിയാന്മാർ ജന്മിമാരുടെ വീട്ടിലേക്ക് കാഴ്ചകളുമായിട്ട് പോകുമ്പോൾ ആദ്യമേ ചെന്ന് ആ കാഴ്ചകൾ അവിടെ സമർപ്പിക്കുന്നത് പോലെ രാജതമ്പുരാന്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 റക്അത്ത് തഹിയ്യത്തുൽ മസ്ജിദ്, 2 റക്അത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് ഇരുത്തത്തിന്റെ പ്രത്യേകതയുണ്ട്. ആ മസ്ജിദിനകത്ത് വെച്ച് ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ആ മസ്ജിദിനകത്ത്
പാലിക്കേണ്ടുന്ന ആദാബുകളുണ്ട്. അങ്ങനെയൊക്കെ പാലിച്ചുകൊണ്ട് മസ്ജിദിനകത്ത് ഇരിക്കുന്ന വിശ്വാസി നല്ല നിയ്യത്തോടുകൂടി ഇഅ്തികാഫിന്റെ നിയ്യത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ വലിയ പ്രതിഫലം അയാൾക്ക് അതുകൊണ്ട് ലഭിക്കാനുണ്ട്. അപ്പോൾ മനസ്സ് ശാന്തമാകുന്നു, അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിനെ ചേർത്ത് വെക്കുന്നു, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ തോന്നലുകളെല്ലാം അള്ളാഹുവിന് സമർപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ മസ്ജിദുമായി ബന്ധപ്പെട്ടുണ്ട്. ഇനി വെള്ളിയാഴ്ചയാണെങ്കിലോ അതിന്റെ മഹത്വം പറയേണ്ടതില്ല, അത്രയധികമാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ വിളിച്ചാൽ, നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് ഓടി വരിക. വളരെ പെട്ടെന്ന് തന്നെ, സമയമായാൽ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുക. ആദ്യം എത്തിച്ചേരുന്നവർക്ക് ചുവന്ന ഒട്ടകത്തെ അറുത്ത പ്രതിഫലമുണ്ട്, നമ്മളത് പഠിച്ചതാണ്. അങ്ങനെ ഘട്ടം ഘട്ടമായി നിങ്ങൾ എത്ര പെട്ടെന്ന് സാധ്യമാണോ ഫസ്ഔ, നിങ്ങൾ സാവകാശം കാണിക്കല്ലേ, നിങ്ങൾ വേഗം തന്നെ വരൂ, ദിക്റിലേക്ക് നിങ്ങൾ ഓടി വരൂ. വദറുൽ ബൈ, നിങ്ങളുടെ മറ്റ് കച്ചവടങ്ങൾ, ഇടപാടുകൾ, കൊള്ളക്കൊടുക്കകൾ, ഏർപ്പാടുകൾ എല്ലാം ഒഴിവാക്കുക. മസ്ജിദിനകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷവും പിന്നെ നിങ്ങൾ കച്ചവടത്തിലായി പോകരുത്, സംസാരത്തിലായി പോകരുത്, തമ്മിൽ വർത്താനം പറയരുത്. വർത്താനം പറയുന്നത് കാണുകയാണെങ്കിൽ അവനോട് വർത്താനം പറയരുത് എന്ന് പോലും നിങ്ങൾ പറയരുത്. എത്ര സൂക്ഷ്മമാണ്, എത്ര ഗാംഭീര്യമാണ്. ആ മസ്ജിദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ദുന്യവിയായ കാര്യലാഭത്തിന് വേണ്ടി നിങ്ങൾ ഇതിന് ഉപയോഗിക്കരുത്. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം നിങ്ങൾ ഉദ്ദേശിക്കണം, അത് മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അത്രയും വലിയ സ്ഥാനം മസ്ജിദിനുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിലെത്തിയ ഉടനെ അവിടെ ഒരു മസ്ജിദ് പണിതത്. ശരിക്കും പറഞ്ഞാൽ മദീനയിലെത്തി യാത്ര പൂർത്തിയായി, നമ്മളൊക്കെ ആണെങ്കിൽ ആദ്യം താമസിക്കാനുള്ള ഒരു സ്ഥലമാണ് തിരഞ്ഞെടുക്കുക, അല്ലെ? പിന്നെ നമ്മുടെ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ നമ്മളൊന്ന് സെറ്റിലായി എന്ന് നമ്മൾ പറയാൻ തീരുമാനിച്ചാൽ പിന്നെയാണല്ലോ ബാക്കി കാര്യങ്ങൾ. എന്നാൽ ഇതങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ലക്ഷ്യസ്ഥാനത്ത് മദീനയിൽ എത്തിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ചെയ്തു തീർക്കേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. അവിടെയാണ് അതിന്റെ കാര്യം. അതിനു മുമ്പ് തന്നെ ചെയ്തു തീർക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടത് മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് ആദ്യം ഖുബായിൽ ഒരു മസ്ജിദ്. ആ മസ്ജിദ് കേവലമായ ആത്മീയതയുടെ അല്ലെങ്കിൽ ഭൗതികതയുടെ എങ്ങനെ വേർതിരിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമല്ല. അവിടെ വിദ്യാഭ്യാസം നൽകപ്പെടും, ദീനിയായ ചർച്ചകൾ ഉണ്ടാകും, അവിടെ തീരുമാനങ്ങൾ ഉണ്ടാകും, സാമൂഹിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരിക്കും. അവിടേക്കാണ് മറ്റ് സമൂഹങ്ങളെയൊക്കെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത്, അവരുമായിട്ട് സന്ധി സംഭാഷണങ്ങൾ നടത്തുന്നത്. ഖുബായിൽ 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചു. ഇതിനു വേണ്ടിയാ മദീന എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അറിയപ്പെടാൻ പോകുന്ന ആ പട്ടണം, അവിടുത്തെ ഭരണാധികാരിയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോകുന്നത്. അതിന് മുന്നോടിയായി ആ പ്രദേശത്തുള്ള ആളുകളുമായിട്ട് സംസാരിക്കണം, ആ മദീന നിവാസികളുമായിട്ട് ധാരണയിലെത്തണം പല കാര്യങ്ങളിലും. അല്ലാതെ ഓടി അങ്ങ് ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെയുള്ള ജൂത സമൂഹമായിട്ട്, ക്രൈസ്തവ സമൂഹമായിട്ട്, അവിടുത്തെ മുശ്രിക്കുകളുമായിട്ട്, അവിടുത്തെ മറ്റ് ജനവിഭാഗങ്ങളുമായിട്ടൊക്കെ മാറി 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 ചർച്ചകൾ നടക്കുകയാണ് ഖുബായിൽ വെച്ചുകൊണ്ട്. ഖുബയിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ അവിടേക്ക് എങ്ങനെ ആളുകൾ വരുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, ധാരണയിലാകുന്നു. എന്നെല്ലാം കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് നീങ്ങേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടുന്ന് ചർച്ച ചെയ്യുന്നു. ഏതെല്ലാം കാര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നയിക്കുക,
ആ നയിക്കുന്ന സമൂഹത്തിൽ എല്ലാ മതവിഭാഗങ്ങളുമുണ്ട്. ആ മതവിഭാഗങ്ങളുമായുള്ള സഹവർത്തിത്വം എത്രത്തോളമാണ്, ഇതൊക്കെ ഇവിടെ വെച്ച് ചർച്ച ചെയ്യുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മദീനയിൽ എത്തുന്നതിന് മുമ്പ് ഖുബായിൽ വെച്ച് പല പ്രധാനപ്പെട്ട പണിയും ചെയ്യാനുണ്ട്. ആ പണികളൊക്കെ ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടിൽ നടക്കേണ്ടത് മസ്ജിദിൽ വെച്ചാണ്. അതുകൊണ്ടാണ് മസ്ജിദ് ഖുബാ മസ്ജിദ് ഉണ്ടാകുന്നത്. മസ്ജിദ് തഖ്വ എന്ന് ആ മസ്ജിദിന്റെ പേരുണ്ട്. മസ്ജിദ് തഖ്വ എന്ന് പേരുണ്ട്. അവിടെ വെച്ചുകൊണ്ടാണ് അത് നടക്കുന്നത്. പിന്നീട് വെള്ളിയാഴ്ച രാവിലെയാണ് അവിടെ നിന്ന് പോകുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് അവിടുന്ന് യാത്ര പുറപ്പെടുന്നത്, വീണ്ടും പുറപ്പെടുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ബനൂ സലീം കുടുംബം താമസിക്കുന്ന സ്ഥലമുണ്ട്. അടുത്ത് തന്നെയാണ്, ഒരു 1.5 കിലോമീറ്റർ വ്യത്യാസം. നമുക്കതിപ്പോ പോയാൽ നടന്നു പോയി കാണാവുന്നതാണ്. അവിടെ ചെന്നപ്പോ ആ കുടുംബത്തിൽപ്പെട്ട അതിന്റെ തലവൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഇത്രയും ദിവസം അങ്ങ് ഞങ്ങളുടെ കുടുംബക്കാരുടെ കൂടെ ആയിരുന്നു, ബന്ധുക്കളുടെ കൂടെ ആയിരുന്നു. അങ്ങയുടെ ആതിഥേയത്വം നിർവഹിച്ചത് അവരായിരുന്നു. ഇനി ഞങ്ങളുടെ അതിഥിയാകാതെ ഇവിടുന്ന് പോകരുതേ. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ലോകാവസാനം വരെ അവർ ഞങ്ങളുടെ മേൽ മേനി പറയും. ഞങ്ങളാണ് നബിയെ സ്വീകരിച്ചത്, ഞങ്ങൾക്കാണ് അതിന് കഴിഞ്ഞത്, നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറയും. അതുകൊണ്ട് അല്പസമയമെങ്കിലും ഞങ്ങളുടെ അതിഥിയായിട്ട് ഇവിടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞപ്പോൾ ആ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ആളുകൾക്ക് പ്രാപ്യനായത്. ആളുകളെ വെറുപ്പിച്ചകറ്റുകയല്ല ചെയ്യുക, ആളുകളുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുക. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരികയാണെങ്കിൽ റസൂൽ ഒന്ന് ഇറങ്ങി അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങ് സ്വീകരിക്കും. യാത്ര പറഞ്ഞു പോവുകയാണെങ്കിൽ ഒന്ന് കൂടെ ഇറങ്ങി ചെന്ന് അങ്ങ് പറഞ്ഞേക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവിടെ ഉള്ള ഒരു മൈതാനിയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ നമസ്കരിച്ചു. ആദ്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ജുമാ ഖുതുബ നിർവഹിച്ചു ആ മൈതാനിയിൽ വെച്ച്. അവിടെ പിൽക്കാലത്ത് ഓർമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മസ്ജിദാണ് മസ്ജിദുൽ ജുമാ എന്ന് പറയുന്നത്. അവിടെ ഒരു പള്ളിയുണ്ട്. നല്ല വാസ്തുവിദ്യകളൊക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നല്ല മസ്ജിദുൽ ജുമാ ഇന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് പോയി മദീനയിലെത്തി. മദീനയിൽ മസ്ജിദ് നബവി പണിതു. ഈ വന്നിട്ടുള്ള മുഹാജിറുകളും അവിടെ ഉണ്ടായിരുന്ന അൻസാരികളെയും വിളിച്ചു ചേർത്തിട്ട് പരസ്പരം സഹോദരന്മാരാക്കി. നമുക്കറിയാം, ഇന്നും ലോകത്ത് അഭയാർത്ഥി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. വന്നവരും പണ്ടേ അവിടെ ഉള്ളവരും എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങളും തർക്കങ്ങളും വംശഹത്യകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ നാട്ടിലും. പല രാജ്യത്തും, അമേരിക്കയിൽ അങ്ങനെയാണ്, പല രാജ്യത്തും അങ്ങനെയാണ്. ഇവിടേക്ക് കടന്നു വന്നവർ, കുടിയേറ്റക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾ ഓർത്തു നോക്കൂ, മദീനയിൽ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ തന്നെ തമ്മിൽ തല്ലിയിരുന്ന ഒരു നാടാണ്, യുദ്ധം ചെയ്തിരുന്ന ഒരു നാടാണ്. അല്ലഫ ബൈന ഖുലൂബിക്കും, ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഹൃദയങ്ങളെ അവൻ ഇണക്കിത്തന്നു. ആ ഔസിനെയും ഖസ്റജിനെയും യോജിപ്പിച്ചു. അത് അവിടെ തന്നെ ഉള്ളവരെ യോജിപ്പിച്ചു. പിന്നെ മക്കയിൽ നിന്ന് അങ്ങോട്ട് ചെന്ന മുഹാജിറുകളെയും മദീനയിൽ ഉണ്ടായിരുന്ന അൻസ്വാരികളെയും എല്ലാം പകുത്തു നൽകാൻ പാകത്തിൽ ഹൃദയൈക്യമുള്ള ഒറ്റ ശരീരമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ എല്ലാ മതവിഭാഗങ്ങളോടും എല്ലാ ജാതി സമൂഹങ്ങളോടും ഉള്ള ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നു. എല്ലാവരെയും അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക, എന്നിട്ട് ഞാൻ അങ്ങോട്ട് ആളാവുക എന്ന സ്വേച്ഛാധിപത്യത്തിന്റെ രീതിയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് പള്ളിയെ ഒരു കേന്ദ്രമാക്കി, മസ്ജിദിനെ ഒരു കേന്ദ്രമാക്കി ഐക്യവും നീതിയുക്തവുമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിയണം. അതാണ് മസ്ജിദ് ഖുബ നമുക്ക് നൽകുന്ന സന്ദേശം. ആർക്കും കടന്നു വരാൻ കഴിയുന്ന, എല്ലാവരുടെയും അഭയകേന്ദ്രമാകുന്ന, എല്ലാവർക്കും അഭയകേന്ദ്രവും അതുപോലെ തന്നെ ജനങ്ങളുടെ ആശാകേന്ദ്രവും നിർഭയത്വത്തിന്റെ കേന്ദ്രവുമാകാൻ കഴിയുന്ന വിധം നമുക്ക് മസ്ജിദുകളെ പരിവർത്തിപ്പിക്കാൻ കഴിയണം. ആളുകൾക്ക് അതുകൊണ്ട് ആശ്വാസം കിട്ടണം, ആളുകൾക്ക് സുഖം ലഭിക്കണം, ആളുകൾ ആകർഷിക്കപ്പെടണം.
ഇതൊക്കെ നമുക്ക് ഖുബാ മസ്ജിദ്, അതുപോലെ മദീനയിലേക്ക് ചെന്നുള്ള ഹിജറയുടെ സമാപന ദിവസങ്ങൾ നൽകുന്ന പാഠങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.